ക്രിസ്ത്യാനികളല്ലാത്തവർക്കു പോലും സുപരിചിതമായ ഒരു ക്രിസ്തീയ ഭക്തിഗാനം. സഭാവ്യത്യാസമന്യേ എല്ലാ ക്രിസ്തീയ വിശ്വാസികളും പാടിപ്പതിഞ്ഞ ഒരു ഗാനം. 5-ലധികം വ്യത്യസ്തമായ ഈണങ്ങളിൽ ആലപിക്കപ്പെടുന്ന ഗാനം. ഗാനരചയിതാവ് ആരെന്ന കാര്യത്തിൽ ഇന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന ഒരു ഗാനം. പാട്ട് ഇതാണ്. പാടുന്നവരുടെയും കേൾക്കുന്നവരുടെയും മാനസിക അവസ്ഥയ്ക്കനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന വ്യത്യസ്തമായ രാഗഭാവങ്ങൾ ഈ ഗാനത്തിനുണ്ട്. വളരെ ഉത്സാഹവും സന്തോഷവും കലർന്ന ആരാധനാ ഗാനമായി ഈ പാട്ട് പാടാറുണ്ട്. വളരെ ശാന്തമായ അന്തരീക്ഷത്തിലിരുന്ന് മെലോഡിയസ് ആയി ആസ്വദിക്കാവുന്ന ഒരു ഭാവവും ഈ ഗാനത്തിനുണ്ട്. ശാസ്ത്രീയ സംഗീത ആസ്വാദകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ KJ യേശുദാസ് ബിലഹരി രാഗത്തിൽ ആലപിച്ച ഒരു ക്ലാസിക്കൽ വേർഷനും ഈ പാട്ടിനുണ്ട്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. സ്വർഗീയ ഗായകൻ കെസ്റ്ററിന്റെ ശബ്ദത്തിൽ മറ്റൊരു ഈണം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്നാൽ ഈ ഗാനത്തിന്റെ രചയിതാവ് നൽകിയതെന്ന് കരുതപ്പെടുന്ന ഈണം ഇതാണ്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. പി സുശീല പാടിയ തമിഴ് വേർഷൻ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും. ഈ പ്രത്യേകതകളെക്കാൾ ഉപരിയായി നാം അറിയേണ്ടത് ഈ ഗാനരചയിതാവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചുമാണ്. ഇത് സാധു കൊച്ചുകുഞ്ഞുപദേശി എഴുതിയതാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. TJ അന്ത്രയാസ് എന്ന ഭക്തൻ എഴുതിയതാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ കുന്നംകുളത്തെ ഒരു മാർത്തോമ സഭാംഗമായിരുന്ന PV തൊമ്മി എന്ന ഭക്തനാണ് ഈ ഗാനം രചിച്ചത് എന്നത് തർക്കത്തിനതീതമായ വസ്തുതയാണ്. 1905 പ്രശസ്തമായ മാരാമൺ കൺവെൻഷനു വേണ്ടി PV തൊമ്മി ഉപദേശി എഴുതിയ 136 ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രസിദ്ധീകരിച്ച വിശുദ്ധ ഗീതികൾ എന്ന പാട്ടുപുസ്തകത്തിൽ ഈ പാട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവസ്നേഹം എത്ര അതിശയിപ്പിക്കുന്നതാണ് എന്ന അദ്ദേഹത്തിന്റെ വരികൾ അദ്ദേഹത്തിന്റെ ജീവിതവുമായി വളരെ ചേർന്നു നിൽക്കുന്നതാണ്. 1919 കുന്നംകുളത്ത് കോളറ എന്ന പകർച്ചവ്യാധി പടർന്നു പിടിച്ചപ്പോൾ സ്വന്തം ജീവൻ വകവയ്ക്കാതെ ആ രോഗികളെ ശുശ്രൂഷിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇറങ്ങിപ്പുറപ്പെട്ട വ്യക്തിയാണ് PV തൊമ്മി. ഒടുവിൽ അതേ രോഗം പിടിപെട്ട് 38-ാം വയസ്സിൽ അകാല മൃത്യുവിനിരയായി തീർന്നു ഈ ഭക്തൻ. സഹോദരനു വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല എന്ന ദൈവവചനത്തിലെ വാക്യം അക്ഷരം പ്രതി ജീവിതത്തിലൂടെ തെളിയിച്ച ഈ ഭക്തൻ ദൈവസ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പാടിയത് ഇങ്ങനെയാണ്. ഒരു മനുഷ്യന്റെയും ചിന്തയിൽ അടങ്ങാത്ത വിധം കടലിനു സമാനമായ ദൈവസ്നേഹം.